ഹേ ഗായ്സ്, അപ്പോൾ എപ്പിസോഡ് 6 ട്രെയിലർ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡ് 6 ട്രെയിലറും എപ്പിസോഡായിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടാവുമോ നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടുവരും. കാരണം എപ്പിസോഡ് 5 ട്രെയിലറും എപ്പിസോഡായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അതായത് എപ്പിസോഡ് 5 ട്രെയിലറിൽ കാണിച്ചതിൻ്റെ ഒരു 15-20% മാത്രമേ ആ എപ്പിസോഡിനകത്തുള്ളൂ. ഒട്ടും ട്രെയിലറായിട്ട് നീതി പുലർത്താത്ത ഒരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് എന്ന് പറയുന്നത്. എപ്പിസോഡ് മോശമാണ്, എപ്പിസോഡ് 5 മോശമാണ് എന്നല്ല, പക്ഷേ ട്രെയിലറായിട്ട് യാതൊരു കണക്ഷൻ. എനിക്ക് തോന്നുന്നു എപ്പിസോഡ് 5 ട്രെയിലറിൽ കണ്ട സംഭവങ്ങൾ എപ്പിസോഡ് 6 നടക്കുന്നത്. അപ്പോൾ എപ്പിസോഡ് 6 ട്രെയിലർ നടക്കുന്ന സംഭവങ്ങൾ മിക്കവാറും 7th എപ്പിസോഡിലായിരിക്കും നടക്കാൻ സാധ്യത എന്നാണ് എൻ്റെ ഒരു ഗസ്. മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും. ഈ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ട്രെയിലർ ഡീകോഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. കാരണം പലർക്കും ഇപ്പോഴും എനിക്ക് തോന്നുന്നു അത് ക്ലിയർ ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഡേമൻ ടാർഗറിനെയും ആലീസൻ്റെയും ഒരേ സമയത്ത് പാരലായിട്ട് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അതായത് ആലീസൻ്റെയും ഹെലനയുടെയും ഒരു എന്താ പറയുക, ആ ഒരു സീൻ വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് തോന്നുന്നു. പക്ഷേ അതെനിക്കൊരു പരിധി വിട്ട് പറയാൻ പറ്റില്ല. കാരണം അത് ബുക്കിൽ സ്പോയിലേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എപ്പിസോഡ് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കണ്ടതില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഡ്രാഗനായിട്ടുള്ള ഡ്രീം ഫെയറും പിന്നെ അത് സിൽവർ കളറാണ്, അതുപോലെ തന്നെ മൂണായിട്ടുള്ളൊരു റെഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ ഡീകോഡ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഡേമൻ ടാർഗറിനെ ഒരേ സമയത്ത് കാണിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഡേമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റി വാച്ചിൽ അവരുടെ അടുത്തേക്ക് അവരെ അന്വേഷിച്ച് ഇങ്ങനെ ടോർച്ച് പിടിച്ച് അവിടേക്ക് ഇറങ്ങി പോകുമ്പോൾ അവിടെ 9 ഓഫ് ദ മെമ്പേഴ്സ്, അതായത് 9 മെമ്പേഴ്സ് ഓഫ് ദ നൈറ്റ്സ് വാച്ച് ഇൻക്ലൂഡിങ് ദ കമാൻഡർ ഓഫ് ദ നൈറ്റ്സ് വാച്ച്, അതായത് ആ ഗോൾഡ് ക്ലോക്ക് ആർമിയിലെ 9 മെമ്പേഴ്സ്, കമാൻഡർ ഓഫ് ദ നൈറ്റ്സ് വാച്ചായ സർ ലൂതർ ലാർജൻറ്റ്, പുള്ളി ഉൾപ്പെടെ 9 പേര് കൊല്ലപ്പെട്ടിരിക്കുന്നതാണ് പുള്ളിക്കാരൻ കാണുന്നത്. പുള്ളി ഞെട്ടിയാണ് നിൽക്കുന്നത്. അതായത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂതർ ലാർജൻറ്റ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ കമാൻഡർ ഓഫ് ദ നൈറ്റ്സ് വാച്ച് എന്ന് പറഞ്ഞാൽ റെനേറിയനെയും ഡേമനെയും സംബന്ധിച്ച് ഏറ്റവും മോസ്റ്റ്ലി ആയിട്ട് അത്രയും ലോയലായിട്ടൊരു മെമ്പറാണ്. അപ്പോൾ പുള്ളി മരിച്ചതെന്ന് വെച്ചാൽ അത്രയും പുള്ളിക്കാരൻ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ റെനേറിയെ സമ്മതിക്കാത്തതുകൊണ്ടാണ്. ഞാൻ സമ്മതിച്ച് കഴിഞ്ഞാൽ പുള്ളി നേരെ പോയി എല്ലാത്തിനെയും തന്നെ ഇപ്പം തന്നെ കത്തിക്കാന്നുള്ള മെൻറ്റാലിറ്റി ആയിരിക്കും ഓൾറെഡി ഡെയ്മനുള്ളത്. റോക്ക് പ്രിൻസിനെ നമുക്ക് കാണാൻ പറ്റട്ടെ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പുള്ളീനെ, അതായത് ഈ 9 ഓഫ് ദ മെമ്പേഴ്സിനെ കൊന്നത് വേറെ വല്ലോ എന്തായാലും തീർച്ചയായിട്ടും ഓർമുണ്ട് ഹൈറ്റവറാണ്. പക്ഷെ ഓർമുണ്ട് ഹൈറ്റവർ നേരിട്ടായിരിക്കില്ല കൊന്നേക്കുന്നത്. ചിലപ്പോൾ പുള്ളിയുടെ ആൾക്കാർ വിട്ട് കൊന്നേക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഫേസ്ലെസ് മാനോ അങ്ങനെ ആയിരിക്കും. പക്ഷെ അതിന് ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ മോസ്റ്റ്ലി ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എപ്പിസോഡ് 2 ഇവർ കിങ്സ് ലാൻഡിലോട്ട് വന്നിട്ട് ഇത് കിങ്സ് ലാൻഡിങ് എടുക്കുന്ന സമയത്ത് ആലിസൻറ്റും ഹെലേനും ഓൾറെഡി അവരുടെ അടുത്ത് ചെന്നിട്ട് 2 പേരുടെ അടുത്ത് പറയുന്നുണ്ട്, അതായത് നിങ്ങൾ അറ്റാക്ക് ഒന്നും ചെയ്യാൻ നിൽക്കണം എന്ന് പറയും. അപ്പോൾ ഹെലേന ഒരാളുടെ അടുത്ത് പറയുന്നുണ്ട് ഡ്രാഗൻസിനെ അറ്റാക്ക് ചെയ്ത്, ഒരാൾ നമ്മുടെ ആരവും ബോയും പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗനെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള വലിയൊരു ആരും ഉണ്ടല്ലോ, അത് പിടിച്ചിട്ട് നിൽക്കുമ്പോൾ അയാളുടെ അടുത്ത് പറയുന്നുണ്ട് ഡ്രാഗൻസിനെ അറ്റാക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ ആൾ പുള്ളി എന്ന് പറഞ്ഞാൽ ഏകോണിൻ്റെ സപ്പോർട്ടറാണ് ഇപ്പോഴും. അപ്പോൾ അവർ തമ്മിൽ പുള്ളിയും പുള്ളിയുടെ കൂടെയുള്ള ഗ്രീൻസിൻ്റെ സപ്പോർട്ടേഴ്സായിട്ടുള്ള മെമ്പേഴ്സും കൂടിയായിരിക്കും ഈ 9 സിറ്റി നൈറ്റ്സ് വാച്ചിൻ്റെ ആൾക്കാരെ കൊന്നേക്കുന്നത്. അതായത് സർ ലൂതർ ലാർജൻറ്റിനെ ഉൾപ്പെടെയുള്ളവരെ കൊന്നേക്കുന്നത് അവരായിരിക്കും. അപ്പോൾ ഡെയിമിനെ സംബന്ധിച്ച് ഈ സാങ്ക്രി ആൻഡ് സാഡ് അറ്റ് ദ സെയിം ടൈം പുള്ളിക്ക് വിഷമവും ദേഷ്യവും എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും. എല്ലാത്തിനെയും കത്തിക്കണമെന്നും പിന്നെ ആ വിഷമവും എല്ലാം കൂടി ഉണ്ടാകും. കാരണം 20 വർഷം മുമ്പ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എപ്പിസോഡ് 2 അവർ കിങ്സ് ലാൻഡിങ് പിടിച്ചെടുക്കുന്ന സമയത്ത് ഗ്രീൻസിൻ്റെ സപ്പോർട്ടേഴ്സായിട്ടുള്ള സോൾജേഴ്സ് അവരെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് സഡൻലി ഗോൾഡ് ക്ലോക്ക് ആർമി ഒന്ന് കയറി വന്നിട്ട് അപ്പോൾ നമ്മൾ കാണും. അപ്പോൾ ഡെയ്മിനെ സൈഡിലോട്ട് നോക്കിക്കുമ്പോൾ പുള്ളി പറയും, യെസ് ദ സിറ്റി വാച്ച് റിമെമ്പേഴ്സ് അവർ കമാൻഡർ ആൻഡ് 20 years ago യു ഗേവ് us ദ ഗോൾഡ് ക്ലോക്ക് എന്ന് പറയുന്നത്. അതായത് 20 വർഷം മുമ്പ് ഡേമൻ ടാർഗറിയനാണ് അവർക്ക് സർ ലൂതർ ലാർജൻറ്റിന് ഉൾപ്പെടെ ആ ഗോൾഡ് ക്ലോക്കിലുള്ള ആ ഡ്രസ്സ് അവരിട്ടാണ് ആ സാധനം കൊടുത്തത്. അപ്പോൾ അത്രയും ലോയലായിട്ടുള്ള മെമ്പറായിരുന്നു. അപ്പോൾ പുള്ളിക്ക് എത്രമാത്രം സാഡായിരിക്കും പുള്ളിക്കാരൻ. അപ്പോൾ എപ്പിസോഡ് 6 ട്രെയിലർ തുടക്കത്തിൽ നമുക്ക് റെയ്നയാണ് കാണിക്കുന്നത്. റെയ്ന എന്ന് പറയുന്നത് ഡേമൻ ടാർഗറിയൻ്റെ മകളാണ്. അത് മാത്രമല്ല വൈൽഡ് ഡ്രാഗൻ ആയിട്ടുള്ള ഷീപ്പ് സ്റ്റിലറിൻ്റെ റൈഡർ കൂടിയാണ്. അപ്പോൾ ഞാൻ ഇത് എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോഴും ക്യാരക്ടേഴ്സിൻ്റെ പേരും പിന്നെ ഡ്രാഗൻസിൻ്റെ പേരും അതൊന്നും കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരനെ ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവന്നായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മൂൺ ഡോർ, അത് അവിടെ നിന്ന് താഴോട്ട് കൊണ്ട് കഴിഞ്ഞാൽ ചത്തു, അങ്ങനത്തെ ഒരു മൂൺ ഡോർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ സ്ഥലം എന്ന് പറയുന്നത് വെയിലാണ്. വെയിൽ എന്ന് പറയുന്നത് ലേഡി ജെയിനാണ് അവിടുത്തെ ലോഡായിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ പോയാണ് നമ്മുടെ റെയ്ന ഞാൻ അവിടെ നിന്നോട്ടെ, നിങ്ങൾക്ക് ഒരു ഡ്രാഗനെയും കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നതൊക്കെ ആദ്യ എപ്പിസോഡുകൾ പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി സമ്മതിക്കില്ല. കാരണം റെനേറിയ ഈ ഡ്രാഗനെ ഇതിൻ്റെ റൈഡറിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു ഡ്രാഗനും അതിൻ്റെ റൈഡറും കാരാണ് പുള്ളിക്കാരിയുടെ മകൻ മരിച്ചത്. അപ്പോൾ ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റില്ല, പക്ഷേ നീ ഇവിടെ ഏതെങ്കിലും ഭാഗത്ത് പോയി ഒളിച്ചിരുന്നോ അങ്ങനെ പ്രശ്നമില്ലാന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഒളിച്ചു തന്നെയായിരിക്കണം കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഇരുന്നേക്കുന്നത്. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡിൽ ഡേമൻ ടാർഗറിയൻ വന്നിട്ട് അവിടെ താഴെ ഉണ്ടായിരുന്ന ഒരു ആട്ടിടയൻ, അതായത് ഷെപ്പേഡിനെ പുള്ളീനെ കൊന്നിട്ട് പുള്ളിയുടെ തലയും കൊണ്ട് റെനേറിയുടെ അടുത്ത് കാണിച്ചിട്ടാണ് വന്നത്. ഇതാണ് ഷീപ്പ് സ്റ്റീലറിൻ്റെ റൈഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതേ പ്രശ്നം കൊണ്ട് തന്നെ, അതായത് ഷീപ്പ് സ്റ്റീലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുകളെ മോഷ്ടിച്ച് തിന്നുന്ന ഡ്രാഗനാണ്. മോഷ്ടിക്കേണ്ട, കാരണം ആരുടെയും പെർമിഷൻ ഡ്രാഗൻസിന് ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ആടുകളൊക്കെ തിന്നിർത്തുണ്ടാവും, അല്ലെങ്കിൽ അതിപ്പോൾ ആൾക്കാരെ തന്നെ തിന്നിട്ടുണ്ടാവും.
പിന്നെ ആ ഒരു ആട്ടിടേനും കൂടി മരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയായിരിക്കും അതിനെ ചൊല്ലിയുള്ള ഏതെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും റെയ്നനെ ക്യാപ്ചർ ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്നത്. ചിലപ്പോൾ ട്രയൽ ചെയ്യിപ്പിക്കാനായിരിക്കും. അപ്പോൾ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൽ നമ്മുടെ ടിറിയൻ ലാനിസ്റ്റർ പുള്ളിയുടെ അടുത്ത് ട്രയൽ ബൈ കോമ്പാക്റ്റ് എടുക്കാൻ പറയുമ്പോൾ പുള്ളിക്കാരൻ ഐ നെയിം ബ്രദർ ജെയ്മി ലാനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ സെയിം സ്ഥലം തന്നെയാണ് ഈ വെയിലിലെ ഈ മൂണ്ടോർ എന്ന് പറയുന്നത്. അടുത്ത സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഗോണിൻ ലോർഡ് ലേഡീസിനെയും പിന്നെ ടൈലൻ ലാനിസ്റ്ററിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ ഏതൊരു ഡെഡ് ബോഡി കുഴിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. അത് വേറെ ആരുമില്ല, ജാനോസിൻ്റെ തന്നെയാണ്. ജാനോസ് എന്ന് പറയുന്നത് നമ്മുടെ ഏഗോൺ ഈ എപ്പിസോഡിൽ കൊന്ന ആളാണ്. അതായത് അവിടുത്തെ പുള്ളിനെ കൊണ്ട് ബൂട്ട് വരെ കിസ് ചെയ്യിപ്പിച്ച ആ ഒരു ക്യാരക്ടറാണ് ജാനോസ് ഉണ്ടാവും. പുള്ളിനെ കൊന്നു, പുള്ളിയുടെ ബോഡി കുഴിച്ചിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ബോഡി അവിടെ അങ്ങനെ ആരെങ്കിലും മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയും ഒരുപാട് സെർച്ചൊക്കെ വരും, എങ്ങനെയാണ് പുള്ളി മരിച്ചെന്നുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതുകൊണ്ട് അത് മറവ് വയ്ക്കാനായിട്ട് നൈസായിട്ട് ഇവർ മൂന്നുപേരും കൂടി അത് കുഴിച്ചിടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ നൈസ് ഒരു കോൺവെർസേഷൻ പോലെ ലോർഡ് ലേഡീസിനെ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളി പിന്നെ നോർമലായിരുന്നു. എപ്പിസോഡിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ പുള്ളി നല്ലൊരു ആട്ടി വിടുന്നുണ്ട് നമ്മുടെ ഏഗോണെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ഗിവൺ ഓൾ ഓപ്പർച്യൂണിറ്റീസ്, ദ ബെസ്റ്റ് ഡ്രാഗൻ, ദ ബെസ്റ്റ് സ്പോർട്സ് മാൻ ടു ട്രെയിൻ യു, അങ്ങനെ എല്ലാം പറഞ്ഞ് പുള്ളിനെ കുറേ ആട്ടി വിടുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ ഉള്ളിൽ ഭയം പോലെ പുള്ളി നോർമലായിട്ട് പിന്നെ ഏഗോണെടുത്ത് സംസാരിക്കണ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു സൺഫെയറിൻ്റെ കംബാക്ക് കാണിക്കാനായിട്ടായിരിക്കും. സൺഫെയർ സ്റ്റില്ല അല്ലെങ്കിൽ സൺഫെയർ വന്ന് ഒരു ഇതുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഹിൻഡ് പോലെ ആയിരിക്കും ലോർഡ് ലീഡേഴ്സ് പിന്നെയും പുള്ളിയെടുത്ത് നോർമലായിട്ട് സംസാരിക്കുന്നത് കാണിക്കുന്നത്. അടുത്ത സീനിൽ ടംബിൾട്ടണാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ടംബിൾട്ടണിൽ പിന്നെ ഒരു ഗോൾഡ് ക്ലോക്കിലുള്ള ഒരു ആർമി ഒറ്റയ്ക്ക് നടന്നു പോകണം. സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി പ്ലാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേരായിട്ട് നടന്നാൽ മതി. അല്ലെങ്കിൽ കാരണം അവർ 2 പേര് വെച്ച് പോയപ്പോഴൊക്കെ കൊല്ലപ്പെട്ടു, 4 പേര് കൊല്ലപ്പെട്ടു, പിന്നെ ടോട്ടലി 9 പേര് കൊല്ലപ്പെട്ടു, അങ്ങനെ മൊത്തം 13 പേരോളം കൊല്ലപ്പെട്ടു. അപ്പോൾ അതാരണം അവർ ഒറ്റയ്ക്ക് നടക്കേണ്ടതെന്ന് ഓൾറെഡി നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് നടന്നു പോകുന്നതാണ്. അപ്പോൾ പുള്ളിയുടെ ഹെയർ നോക്കിയപ്പോൾ മോസ്റ്റ്ലി അത് ഡെയ്മൻ തന്നെയാണ്. ഡെയ്മൻ തന്നെ പുള്ളിയെ തന്നെ ഒരു ടെസ്റ്റായിട്ട് എന്താ പറയുക, പുള്ളിയെ തന്നെ ഒരു ബെയ്റ്റായിട്ട് അതൊരു കുരുക്ക് വെക്കണമല്ലോ അതേപോലെ വെച്ചിട്ട് പുള്ളി തന്നെ ഡയറക്റ്റ്ലി ഗോൾഡ് ക്ലോക്ക് ഇട്ട് അതിനെ കൊല്ലാൻ വരും നോക്കാം. പുള്ളി അത് അന്വേഷിക്കാനായിട്ട് ടംബിൾട്ടണിലോട്ട് പോകണം. കാരണം പുള്ളി റോക്ക് പ്രിൻസ് ആണല്ലോ. അതായത് പുള്ളി എന്താ ചെയ്യണമെന്ന് നമുക്കും ആർക്കോ മനസ്സിലാവില്ല. പുള്ളിക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല. അത് പുള്ളിക്കൊരു അങ്ങനെ പേടിയോ അങ്ങനെ സംഭവമില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളി തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവിടേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ഹാരൻ ഹാളാണ് കാണിക്കുന്നത്. ഹാരൻ ഹാളിൽ ആലിസ് റിവേഴ്സിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്ന ഏമണ്ടിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവർ തമ്മിലൊരു ധാരണയിലെത്തിയിരുന്നു. കാരണം ആലിസ് റിവേഴ്സ് പുള്ളിയുടെ ജീവൻ രക്ഷിച്ചിരുന്നു. ഏമണ്ടും ആലിസ് റിവേഴ്സിൻ്റെ ജീവൻ രക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് അത്രത്തോളം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഓൾറെഡി ചാവാറയിൽ നിന്ന് ഇൻറ്റേർണൽ ഓർഗൻസ് വരെ ഡാമേജ് ആയിപ്പോയ ഏമണ്ടിനെ ആലിസ് റിവേഴ്സാണ് രക്ഷിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിയുടെ മുമ്പിൽ മുട്ടോട്ട് നടക്കി നിൽക്കുന്നത്. പക്ഷേ ബുക്സിലെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിസ് റിവേഴ്സിന് ഏമണ്ടിൻ്റെ ഒരു കുട്ടി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആലിസ് റിവേഴ്സിന് പോലും മുട്ട അടക്കിയത്. അപ്പോൾ അവർ തമ്മിൽ എഗ്രിമെൻ്റ് എത്തിയില്ല. മിക്കവാറും ഏമണ്ട് തൻ്റെ കിങ്ഡം തിരിച്ചിട്ടിരിക്കുമ്പോൾ ഹാരൻ ഹാൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പുള്ളിക്കാരിക്ക് വേണ്ടത് ഹാരൻ ഹാൾ തന്നെയാണ്. അതായത് ഡെയ്മൻ്റെ അടുത്ത് ഓൾറെഡി ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹാരൻ ഹാൾ കൊടുക്കുമെന്ന് എനിക്ക് തരാമെന്ന്. കാരണം ഞാൻ എനിക്ക് ആർമിയൊക്കെ സെറ്റാക്കി തന്നല്ലേന്ന്. മര്യാദയ്ക്ക് ഡെയ്മൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു. ചിലപ്പോൾ ഈ വണ്ടി ഇവിടെ. പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറി മുമ്പോട്ട് പോവില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ടേബിൾ ഡിസ്കഷനാണ്. അപ്പോൾ ഈ നൈറ്റ് സർജിൽ 9 മെമ്പേഴ്സോളം അല്ല ടോട്ടലി 13 മെമ്പേഴ്സോളം മരിച്ചു. അപ്പോൾ അതിന് ഒരു ഉത്തരം വേണമെന്നൊക്കെ അന്നേറിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡേമൻ പറയുന്നുണ്ട് വി ഷുഡ് ഹാവ് ബേൺ ദം വെൻ യു ഹാഡ് ദ ചാൻസ്. അതായത് നമുക്ക് കിട്ടിയ അവസരത്തിൽ ആദ്യം തന്നെ അവർ ബേൺ ചെയ്ത് ചെയ്യേണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു ചെയ്യേണ്ടായിരുന്നു പറയും. അപ്പോൾ ആലൻ പറയും നമുക്ക് കുറച്ചുകൂടെയും വെയിറ്റ് ചെയ്യണമെന്ന് പറയും. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള സീനകത്ത് അവിടെ ഡ്രാഗനെ കൊണ്ട് പോകുന്നത് കരാഗസിനെ കൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. മിക്കവാറും ഡയറക്റ്റ്ലി ഫൈറ്റ് എടുക്കും. അപ്പോൾ ആ ഒരു ഫൈറ്റ് ടംബിൾട്ടണിലെ ഒരു ഫൈറ്റിന് ശേഷം മിക്കവാറും എനിക്ക് അവിടുത്തെ ആൾക്കാർ ഫുള്ള് റെനറിനെ ഹേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയായിരിക്കും മിക്കവാറും സംഭവിക്കാൻ പോകുന്നത്. പിന്നീട് ആലിസന്റിനെയും ഹെലേനെയും കാണിക്കുന്നുണ്ട്. പക്ഷേ അവർ ടണലിൻ്റെ ഉള്ളിലല്ല, അവർ കഴിഞ്ഞ് നമ്മുടെ എപ്പിസോഡ് 5ൻ്റെ അവസാനത്തിൽ ട്രാപ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അവരെ പുറത്താണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മേഗോറിൻ്റെ ആ ടണലുകൾ അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരെ പുറത്ത് കാണിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഡ്രാഗൺ റെഫറൻസ് എന്തായിരിക്കും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ഇല്ല. പിന്നെ ക്രിസ്ത്യൻ ഗോളിൻ്റെ ഫൈറ്റാണ് കാണിക്കുന്നത്. പക്ഷേ അതെനിക്ക് മനസ്സിലായി. കാരണം പുള്ളി ഒരുപാട് ഡിസ്റ്റൻസിലായിരുന്നു. പിന്നെ പുള്ളി എങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്ക് ക്ലിയർ അല്ല എപ്പോഴും. അത് ചിലപ്പോൾ അതാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു ട്രെയിലറിൽ കാണിച്ച സംഭവങ്ങളൊക്കെ എപ്പിസോഡ് 7-ലായിരിക്കും നടക്കാൻ പോകുന്നത്. മിക്കവാറും 6-നകത്ത് നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ ആ ഒരു ഡിസ്റ്റൻസും ടൈമും ഒന്നും മാച്ച് ആവുന്നില്ല. അപ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഹ്യൂ ഹാമർ എന്ന് പറയുമ്പോൾ വെർമിത്തോർ എന്ന് പറഞ്ഞ ഡ്രാഗൻ്റെ റൈഡറാണ്. അതായത് സെക്കൻഡ് ലാർജസ്റ്റ് ഡ്രാഗനായിട്ടുള്ള വെർമിത്തോർ. പുള്ളീനെ അവിടെ ഒരു ചെറിയ ഭാഗത്ത് ടെമ്പിൾട്ടണിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി അവിടുത്തെ ലോക്കൽസായിട്ട് ഡിസ്കഷൻ നടത്താൻ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി മിക്കവാറും സൈഡ് സ്വിച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് അവിടെ ഗ്രീൻ സൈഡ് ഓർമണ്ട് ആയിട്ട് ഉൾപ്പെടെ എന്തെങ്കിലും പൊസിഷൻ കൊടുക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് പുള്ളി മിക്കവാറും എനിക്ക് തോന്നുന്നു അപ്പോൾ പുള്ളിക്കാരൻ മറുകണ്ഠം ചാടാനായിരിക്കും സാധ്യത. വിച്ച് വിൽ ചേഞ്ച് ദ കോഴ്സ് ഓഫ് വാർ. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ ഓർമണ്ടിനെ കാണിക്കുന്നുണ്ട്. ഓർമണ്ട് പറയുന്നുണ്ട്
പേഷ്യൻ ഹണ്ടർ ഗെറ്റ്സ് ദ കിൽ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ പേഷ്യൻ ഹണ്ടർ ഗെറ്റ്സ് ദ കിൽ അങ്ങനെയൊക്കെ എനിക്ക് കണ്ടപ്പോൾ തോന്നി വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഇതൊന്നും ഈ അടുത്ത 7th എപ്പിസോഡ് അല്ല 6th എപ്പിസോഡിനകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഈ പറഞ്ഞ ഫുൾ സംഭവങ്ങൾ കണ്ടെയ്ൻ ചെയ്യാനുള്ള അത്രയും ഡ്യൂറേഷൻ എപ്പിസോഡുകൾക്ക് ഇല്ല. പിന്നെ ഒന്നാമത് സീസണിൽ 8 എപ്പിസോഡുണ്ട്. 8 എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ കുറവാണ്. പക്ഷെ എന്നാലും എപ്പിസോഡ് 5ൻ്റെ ട്രെയിലർ കാണിച്ചിട്ട് അതിനകത്തൊന്നും ഈ സംഭവങ്ങൾ ഉണ്ടായില്ല. അതേപോലെ തന്നെയായിരിക്കും ഈ 6ൻ്റെ ട്രെയിലർ കാണിച്ച സംഭവങ്ങളൊക്കെ കയറും എല്ലാം ടംബിൾട്ടൺ ബാറ്റിൽ ഉൾപ്പെടെ കയറും 7th എപ്പിസോഡിലായിരിക്കും നടക്കാൻ പോകുന്നത്. കാത്തിരുന്നാണ്.